അത്യാവശ്യം കുറേ അധികം പൈപ്പ് ക്ലീനേഴ്സ് വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് വെറുതെ ആയില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഈ അടുത്ത കാലത്തായിട്ടാണ് പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ കുറെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തു തുടങ്ങി. പണ്ടൊക്കെ അബ്രോഡുള്ള ക്രിയേറ്റേഴ്സ് കുറെ പേര് ഇത് വെച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, മറ്റുള്ള ക്രാഫ്റ്റ് സപ്ലൈസ് പോലെ ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണം എന്നുള്ള ക്യൂരിയോസിറ്റി ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. ബ്രോഡ്വേയിൽ ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ പോയ സമയത്താണ് ഞാൻ ഈ പൈപ്പ് ക്ലീനേഴ്സ് കുറേ അധികം കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം എന്താ സംഭവം എന്നൊക്കെ. രസം എന്താണെന്നറിയോ? അതിനുശേഷം ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്. ക്രാഫ്റ്റിന്റെ ഇടയിൽ ഈ പൈപ്പ് ക്ലീനേഴ്സിന് എന്തിനാണ് ഇത്രയും ഹൈപ്പ് എന്നുള്ളത് ഞാൻ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ പൈപ്പ് ക്ലീനർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി തിന്നായിട്ടുള്ള ഒരു കമ്പിയാണ്. അതിന്റെ പുറത്താണ് ഈ ഫറിന്റെ ഒരു മെറ്റീരിയൽ വരുന്നത്. അപ്പൊ കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ നിന്നോളൂ. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര സുഖമാണ്. ഫസ്റ്റ് ടൈം വാങ്ങിയ ടൈമിൽ ഞാൻ 3 കളേഴ്സ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ഈ ഗ്രീൻ കളർ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്ലവേഴ്സോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്രാവശ്യം ഡൈക്കറ്റ് സ്മാർട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നായിരുന്നു ഒരു 5-6 കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇരുന്നായിരുന്നു. എന്തായാലും നല്ല ഇടിവെട്ട് സാധനം തന്നെ കണ്ടു കിട്ടി. ഈ പൈപ്പ് ക്ലീനേഴ്സ് ഫ്ലിപ്കാർട്ടിലും കാര്യങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ കുറച്ച് പ്രൈസി ആണ്. ഇവിടെ ഞാൻ ലിങ്ക് എന്തായാലും കൊടുക്കാം. ഓഫ്ലൈൻ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ ഇതിനേക്കാളും ചീപ്പായിട്ടൊക്കെ നമുക്ക് കിട്ടും. എറണാകുളത്തൊക്കെ ആണെങ്കിൽ ബ്രോഡ്വേയിലെ എല്ലാ കടകളിലും ഇതൊക്കെ കിട്ടും. വാങ്ങുമ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ വാങ്ങാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ ഗ്രീൻ കളറൊക്കെ വാങ്ങി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പോരാത്തതിന് സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസിൽ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പഠിക്കുന്ന ടൈമിൽ അങ്ങനെ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുമല്ലോ. അപ്പൊ ഇത് വെച്ച് പുതിയ ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റും. വിചാരിക്കുന്ന പോലെ അത്രയ്ക്കും ടൈം ഒന്നും എടുക്കുന്നില്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു പൊടിക്കൈയും കൂടെ ചെയ്യാനുണ്ട്. ഐഷാഡോ അല്ലെങ്കിൽ പൗഡർ ബ്ലഷ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ഇതേപോലെ ഒരു ഗ്രേഡിയൻസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ പൈപ്പ് ക്ലീനേഴ്സ് കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റ് സബ്സ്ക്രൈബും.